ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു യൂസ്ഡ് കാറിൻ്റെ വീഡിയോ അല്ല, മറിച്ച് നമ്മുടെ മാരുതി 800 ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. 1995 മോഡൽ മാരുതി 800 ആണ്, കാർബറേറ്റർ എഞ്ചിനുള്ള ടൈപ്പ്. നമ്മുടെ ചാനലിൽ വിൽക്കാൻ വന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുകയുണ്ടായി. ഏതൊരാൾക്കും ബിഗിനർ എന്ന ലെവലിൽ സ്വന്തമാക്കാവുന്ന ഒരു വണ്ടിയാണ് മാരുതി 800. കാരണം ഏറ്റവും കംഫർട്ടബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത, മാരുതിയുടെ വണ്ടിയാണ്, സാമാന്യ തിരക്കില്ലാത്ത റീസെയിൽ വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളെല്ലാം ചീപ്പറാണ്. നമുക്ക് അത് എല്ലായിടത്തു നിന്നും കിട്ടുകയും ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ യൂസ്ഡ് പാർട്സ് ആണെങ്കിലും എല്ലാം മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് റോ ആണെങ്കിലും സെക്കൻഡ് റോ ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലൊക്കെ തട്ടും. ഹെഡ് റൂമും ഒരു ആവറേജ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഒരു 5 അടി 5 ഇഞ്ച് ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് തന്നെ ഇതിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സാമാന്യ തിരക്കേടില്ലാത്തൊരു ഡിക്കി സ്പേസും ഉണ്ട്. നമുക്കൊരു വലിയ 2 ബാഗ് വെക്കാനായിട്ട് പറ്റില്ല, എന്നാലും ഒരു വലിയ ബാഗും പിന്നെ ഒരു ചെറിയ ബാഗൊക്കെ ആയിട്ട് നമുക്ക് വെക്കാനായിട്ടുള്ള സൗകര്യം ഇതിലുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം നോക്കാം. മാരുതി 800 2 മോഡലിലാണ് വരുന്നത്. MPFI എഞ്ചിനും വരുന്നുണ്ട്, പിന്നെ ഓൾഡ് മോഡലിൽ കാർബറേറ്റർ എഞ്ചിനും വരുന്നുണ്ട്. 1998 കഴിഞ്ഞിട്ടുള്ള വണ്ടികളിലായിരിക്കും MPFI വരുന്നത്. ഇത് കാർബറേറ്റർ മോഡലാണ്. കാർബറേറ്റർ മോഡലിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതിൻ്റെ മുകളിൽ എയർ ഫിൽറ്റർ കാണാൻ പറ്റും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ പണികൾ വന്നാലും നോർമൽ ഏത് വർക്ക്ഷോപ്പിലും ഉണ്ടായാലും നന്നാക്കാനായിട്ട് പറ്റും. സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കാം. 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വിറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ വണ്ടിയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അല്ല, അത് കാരണം കൊണ്ട് ഇടയ്ക്ക് മാത്രം സ്റ്റാർട്ടാക്കുന്നതുകൊണ്ട് സ്റ്റാർട്ടാക്കുന്ന ടൈമിൽ കുറച്ച് നേരത്തേക്ക് ഒരു വിറയിലൊക്കെ ഉണ്ട് വണ്ടിക്ക്. അതിനുശേഷം ഓക്കെയാണ്. ഇത് AC ഇല്ലാത്ത മോഡലാണ്. കമ്പനി AC ഉള്ള ടൈപ്പും വണ്ടിയാണെങ്കിൽ അതിന് വലിയ രീതിയിൽ പവർ ഡ്രോപ്പ് ഉണ്ടാവില്ല. ബട്ട് ഫിറ്റഡ് AC ഉള്ള വണ്ടിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പവർ ഡ്രോപ്പ് ഉണ്ടാവും നമ്മൾ AC ഇട്ട് ഓടിക്കുമ്പോൾ. എന്നാലും ഒരു 800cc എഞ്ചിൻ്റെ ഒരു AC ഇട്ട് ഓടിക്കുമ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറവ് തന്നെയാണ്. ശരിക്കും ഈ വണ്ടി 5 സീറ്ററാണ്, എങ്കിലും ഒരു 4 പേർക്കാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. പിന്നെ മാരുതിയുടെ വണ്ടികളിൽ കമ്പയർഡ് ടു അംബാസഡർ ആൻഡ് പ്രീമിയർ പത്മിനി റസ്റ്റ് കാര്യങ്ങൾ കുറവായിരുന്നു. കാരണം ഈ വണ്ടിയിലാണെങ്കിലും ഇതിൻ്റെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. എന്നാലും തുരുമ്പ് വരുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കുറവുണ്ട്. ഇതിപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഈ വണ്ടീനെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓടിക്കുമ്പോഴുള്ള കാര്യം പറയാം. അന്നത്തെ കാലത്ത് ഡീസൽ വണ്ടികളായിട്ടുള്ള അംബാസഡറും പ്രീമിയറും ഒക്കെ അരങ്ങുവാണ്ടിരുന്ന ടൈമിൽ ഈ ഒരു വണ്ടീനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത്ര ചെറിയ വണ്ടിയാണെങ്കിലും അത് ലോക്കൽ റോഡുകളിൽ തന്നിരുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഹൈവേകളിൽ കയറുമ്പോൾ മറ്റു വണ്ടികൾ പുലിയാണ്, പക്ഷേ ഈ ഒരു വണ്ടി ചെറു റോഡുകളിൽ ഇന്ത്യൻ കാലാവസ്ഥയിലൊക്കെ അടിപൊളിയായിട്ട് മുന്നേറിയിരുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. കാരണം നമുക്കൊരു 60 വരെ കയറി പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല വിത്തൗട്ട് AC ആണെങ്കിൽ. വിത്ത് ACയിലാണെങ്കിൽ ഇത് പവർ ഭയങ്കര കുറവാണ്. ബട്ട് വിത്തൗട്ട് AC നമുക്കിത് ശരിക്കും ഒരു പടക്കുതിര തന്നെയാണ്. കാർബറേറ്റർ മോഡലിലാണെങ്കിലും ഒരു 17-18 കിലോമീറ്ററോളം നമുക്ക് റിയൽ ലൈഫ് മൈലേജ് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട്. MPFI ആണെങ്കിലും ഒരു 1 കിലോമീറ്ററോളം കൂടുതലായിരിക്കും കിട്ടുക. വേറെ കാര്യമായ ചിലവുകളും വരുന്നില്ല. ഓയിൽ സർവീസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1600 രൂപയ്ക്കൊക്കെ നിൽക്കും. ഇൻഷുറൻസും ഒരു 2800-3000 രൂപ വരുന്നത്. ഇനി നമ്മൾ ഈ 800നെ കുറച്ച് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോകളും നമ്മുടെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനസ്റ്റ് ഓട്ടോമൊബൈൽസ് സൈനിങ് ഓഫ്.